മലയാളത്തിന്റെ അക്ഷരശോഭ MTക്ക് ഒന്നിച്ച് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് വരച്ചിരിക്കുന്നത് രണ്ടാം ഊഴത്തിലെ ഭീമനെയാണ്. ഇത് MT വാസുദേവൻ നായരെയാണ്. നമുക്ക് എല്ലാവരും പ്രേക്ഷകരെ കൂടെ ഒന്ന് കാണാം. നമുക്ക് നമ്മുടെ എനിക്കിഷ്ടായി രണ്ട് ക്യാൻവാസ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നു. ഇതെന്താ പരിപാടി? ചിത്രം വരയ്ക്കാൻ. ആരുടെ ചിത്രം വരയ്ക്കാൻ? ഞങ്ങൾ MT വാസുദേവൻ നായരെ അനുസ്മരിച്ചുകൊണ്ടുള്ള ചിത്രം വരയ്ക്കാൻ പോവാണ്. അദ്ദേഹത്തെ ഇഷ്ടമാണ്. അദ്ദേഹം എഴുതി ഏത് കൃതിയാ വായിച്ചിട്ടുള്ളത്? നാലുകെട്ട് വായിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ വരയ്ക്കുന്നത് രണ്ടാം മൂടം എന്ന് പറഞ്ഞ നോവലത്തെ ഭീമനെയാണ്. അവൾ വരയ്ക്കുന്നത് MTയുടെ ഫോട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ MT വാസുദേവൻ നായർ നമ്മുടെ പ്രിയപ്പെട്ട MTയെ വരയ്ക്കുന്നു. ഇവിടെ രണ്ടാം ഊഴത്തിലെ ഭീമനെ വരയ്ക്കുന്നു. ആ ഭട്ടതിരിയെ പോലെ ഒരു അങ്ങനെ ആവാനാണോ? എന്താ ആഗ്രഹം? എന്താ? ആർട്ടിസ്റ്റ് ആവാനാണ്. ആർട്ടിസ്റ്റ് ആവാൻ. മോൾക്കോ? മത്സരം കഴിഞ്ഞില്ലേ? റിസൾട്ട് വന്നോ? എങ്ങനെയുണ്ട്? മോക്കോ? പെൻസിൽ ഡ്രോയിങ് ഓയിൽ പെയിന്റും A ഗ്രേഡ് ഉണ്ട്. പെൻസിൽ ഡ്രോയിങ്ങിനും ഓയിൽ പെയിന്റിങ്ങിനും A ഗ്രേഡ് വാങ്ങിച്ച മിടുക്കിയാണ് ഇവിടെ രണ്ടാം ഊഴത്തിലെ ഭീമനെ വരയ്ക്കാൻ പോകുന്ന. മോളുടെ പേര്? ആർദ്ര ഭീമനെ വരയ്ക്കുന്നു. മോള്? ഞാൻ MT വാസുദേവൻ. പേര്? സിയ. ആർദ്ര ഭീമനെയും സിയ MTയെ വരയ്ക്കും. അപ്പൊ നമുക്ക് ഇവരെ നമ്മുടെ പവലിയനിലേക്ക് ഇരുത്താം. റിനു, നമുക്ക് ഇവരെ പവലിയനിലേക്ക് ഇരുത്താം. ഇവരെ രണ്ട് ചിത്രങ്ങളും പൂർത്തിയാക്കുമ്പോൾ നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. ചെല്ലു മക്കളെ. രണ്ടുപേരെ ഞാൻ MT വാസുദേവൻ നായർ രണ്ടാം ഊഴത്തിലെ ഭീമനെയും പിന്നെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട MTയെ വരയ്ക്കാൻ വിട്ടിരുന്നു. എന്തായെന്ന് നോക്കാം. കമോൺ. ചിത്രം നമ്മൾ ആദ്യം മലയാളത്തിന്റെ അക്ഷരശോഭ MTക്ക് ഒന്നിച്ച് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് വരച്ചിരിക്കുന്നത് രണ്ടാം ഊഴത്തിലെ ഭീമനെയാണ്. ഇത് MT വാസുദേവൻ നായരെയാണ്. നമുക്ക് എല്ലാവരും പ്രേക്ഷകരെ കൂടെ ഒന്ന് കാണാം. നമുക്ക് നമ്മുടെ എനിക്കിഷ്ടായി. റോഷിക്ക് ഇഷ്ടായോ? അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കാണുന്ന നമ്മുടെ ഇവരെ കൂടെ കാണിക്കാം, ഓഡിയൻസിനെ കൂടെ കാണിക്കാം. ഒന്ന് ഉയർത്തി കാണിച്ചേ. എങ്ങനെയുണ്ട്? ഗംഭീരല്ലേ? ഇപ്പൊ വരച്ചതാണ്. നിമിഷ നേരം കൊണ്ട് വരച്ച നമ്മുടെ അടുത്ത വരയുടെ ലോകത്തേക്ക് ഭട്ടതിരിക്കൊക്കെ ശേഷം ആരെന്ന് ചോദിച്ചാൽ വരാൻ തയ്യാറായി നിൽക്കുവാണ് നമ്മുടെ കുഞ്ഞി പിള്ളേർ. അപ്പൊ മിടുക്കരായിട്ട് വാ കേട്ടോ. ഓക്കെ.